നമസ്കാരം സുഹൃത്തുക്കളെ. 1000 കോഴിക്ക് അരക്കാട. ലാൽക്കില പിടിക്കാമെന്നും ദില്ലി പിടിക്കാമെന്നും ലാൽക്കിലയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക മാറ്റിയിട്ട് പാകിസ്ഥാന്റെ പതാക ഉയർത്താമെന്നുള്ള ആഗ്രഹം കൊണ്ട് തുർക്കിയുടെ എർഡോഗനും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും പിന്നെ സൗദിയും കൂടിയുള്ള ആ ഒരു സംജോത അല്ലെങ്കിൽ കരാറിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഈ തുർക്കി എന്ന് പറയുന്നത് മാസങ്ങളും വർഷങ്ങളുമായിട്ട് ഇന്ത്യ എങ്ങനെ ഡീസ്റ്റെബിലൈസ് ചെയ്യാം അല്ലെങ്കിൽ ഇന്ത്യ എങ്ങനെ ഒഴിവാക്കാം, ഇന്ത്യയെ തകർക്കാം എന്നുള്ള ശ്രമങ്ങളുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനുമായി കൂടിച്ചേർന്നുകൊണ്ട് ആലോചന വർഷങ്ങളും മാസങ്ങളുമായി. കാശ്മീരിലേക്ക് ഒരുപാട് പേരെ കയറ്റി അയക്കുന്നു, ബോംബുകൾ അയക്കുന്നു, ഡ്രോണുകൾ അയക്കുന്നു. ഈ എർഡോഗൻ എന്ന് പറയുന്ന തുർക്കിയുടെ ഒരു കടുക്കളവൻ മാസങ്ങളും വർഷങ്ങളുമായി ഒരു ഫോൺ ഉപയോഗിച്ചിട്ട്, നിങ്ങൾക്കറിയാമോ, ഫോൺ ഉപയോഗിക്കാറില്ല. കാരണം എന്തുകൊണ്ടാണ്? ലെബനനിലെ ഹൂതികളുടെ മറ്റേ പേജർ ആക്രമണത്തിന് ശേഷം ഫോൺ പോലും ഉപയോഗിക്കാൻ പേടിയാണ്. എടാ എർഡോഗ, ആദ്യം നീ ഒരു ഫോൺ ഉപയോഗിക്കുക ആദ്യം, എന്നിട്ടാകട്ടെ ഇന്ത്യക്കിട്ട് ഉണ്ടാക്കാൻ വരാനായിട്ട്. ഇന്ത്യ ഭരിക്കുന്നത് ശ്രീമാൻ നരേന്ദ്രമോദിയാണ്. അതായത് ഇന്ത്യക്ക് ഇന്ന് പൊട്ടിക്കണമെങ്കിൽ ആരോടും അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇസ്രായേൽ ഇന്ത്യ കൂട്ടുകെട്ട് ദൃഢമായിരിക്കുന്നു. ഇന്നലെ ശ്രീമാൻ നരേന്ദ്രമോദിയെ ബെഞ്ചമിൻ നെതന്യാഹു ഫോൺ വിളിച്ചിരിക്കുകയാണ്. അതായത് വരാൻ പോകുന്ന വർഷങ്ങൾ ഇന്ത്യക്ക് അതികഠിനമായിരിക്കുമെന്നും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട ആവശ്യകതയെപ്പറ്റി കൂടുതൽ ഊന്നിക്കൊണ്ട് സംസാരിച്ചിരിക്കുകയാണ്. കാരണം വേറെ എന്തുവെന്ന് വെച്ചാൽ ഇന്ത്യൻ ശത്രുക്കൾ ഒന്നിക്കുകയാണ്, കടുത്ത ശക്തി ആർജിക്കാൻ പോവുകയാണ് പാകിസ്ഥാനും പിന്നെ സൗദി അറേബ്യ. എനിക്കറിയില്ല പീറച്ചക്കന്മാരൊക്കെ എന്തിനാണ് ഇവരെ കൂടെ കൂടിയിരിക്കുന്നത്. ആ പറയുന്നത് MBS എന്ന് പറഞ്ഞ പയ്യൻ, അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എണ്ണ മാത്രമാണ് അവരുടെ ആകെ ഒരു വരുമാനം എന്ന് പറയുന്നത്. ഈ എണ്ണ വിൽക്കാൻ സാധിക്കുന്നില്ല. ഏത് വിധേയനെങ്കിലും സാമ്പത്തികമായിട്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടി MBS ഇവരെ കൂടെ കൂടിയിരിക്കുകയാണ്. അതൊക്കെ എന്തുവാ ഇടകളുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന കരങ്ങൾക്ക് ശക്തി പകരാനായിട്ട് 3 രാജ്യങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. വർഷങ്ങളായിട്ട് ഇന്ത്യയുടെ നയം എന്ന് പറയുന്നത് ഇസ്രായേലിനെ അകറ്റി നിർത്തുക എന്നുള്ളതായിരുന്നു. പപ്പുവും കൂട്ടരും 2014 വരെ തന്ത്രപൂർവ്വം ഇസ്രായേലിനെ ഒതുക്കി നിർത്തി. കാര്യം വേറൊന്നുമല്ല, പേടിച്ചിട്ടാണ്. കാരണം ഗൾഫ് ദേശങ്ങൾ എന്തു പറയും, UAE എന്തു പറയും, സൗദി എന്തു പറയും, ബഹ്റിൻ എന്തു പറയും എന്നുള്ള ഭയം കൊണ്ട്. അതായത് ഒരു രാജ്യത്തിൻ്റെ ഡിപ്ലോമസി അല്ലെങ്കിൽ അവരുടെ വിദേശ നയം തീരുമാനിക്കേണ്ടത് ഭയം കൊണ്ടാകാൻ പാടില്ല. അത് അവരുടെ താല്പര്യം കൊണ്ട്. ഇന്ത്യക്ക് താല്പര്യം ഉണ്ടായിരുന്നു ഇസ്രായേൽ, പക്ഷെ ഭയം, എന്തു പറയും എന്നുള്ള ഭയം. അതായത് ഈ പറയുന്ന മധ്യപൂർവേഷ്യ രാജ്യങ്ങൾ തിരിയുമോ എന്നുള്ള ഭയം കൊണ്ടായിരുന്നു ഇന്ത്യ 2014 വരെ ഇസ്രായേൽ അകറ്റി നിർത്തിയത്. മോഡി വന്നപ്പോൾ നയം മാറ്റി. നയം എന്തായിരുന്നു? ഭയമല്ല വേണ്ടത്, കരുതൽ വേണം. പക്ഷെ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ്, അതായത് എന്താണോ നമ്മുടെ രാജ്യത്തിന് വേണ്ട അത്യാവശ്യമായ കാര്യം എന്താണ്, ടെക്നോളജി ആയാലും മാനുഫാക്ചറിങ് ആയാലും ഡിഫൻസ് ആയാലും സ്വയം നമുക്കൊരു സ്വന്തമായി ഉണ്ടാക്കാനുള്ള കഴിവ് വേണം, സ്വയം പര്യാപ്തത. അതിലേക്ക് ഇന്ത്യയെ സഹായിക്കാൻ ആരാണ് മുന്നോട്ട് വരുന്നത്? ഇസ്രായേൽ മാത്രമാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ രാജ്യവുമായിട്ട് കൂടെ ചേരുക. ഇപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നു? ഒരു രാജ്യങ്ങളും ഇന്ത്യ ഒറ്റപ്പെടുത്തിയില്ല. ഖത്തറായാലും, ഖത്തറിന്റെ ഏറ്റവും വലിയ കസ്റ്റമർ എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഇപ്പോൾ UAE കൂടെ അടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പറയുന്നത് ഓരോ ഭരണാധികാരികളുടെ വീക്ഷണമാണ്. അതായത് ഇസ്രായേൽ മാറ്റി നിർത്തിയില്ല, കൂടെ കൂട്ടി. പക്ഷേ ഇപ്പോൾ മധ്യപൂർവേഷ്യയിൽ ഒരു രാജ്യങ്ങളും കൂടെ ഇന്ത്യ വിട്ടു പോകുന്നില്ല. കാര്യം എന്തുകൊണ്ടാണ്? കാരണം ഇന്ത്യ ഈസ് ബിക്കം എ പവർ ഹൗസ്. ഡിഫൻസ് മേഖലയിലും മാനുഫാക്ചറിംഗ് മേഖലയിലും വരാൻ പോകുന്ന 15-20 വർഷത്തേക്ക് ഇന്ത്യ ഈസ് ഗോയിങ് ടു ബിക്കം എ പവർ ഹൗസ്. ഇത് പവർ ഹൗസ് അല്ല എന്നൊക്കെ ഒരുപക്ഷെ നാട്ടിലെ മൊട്ടയും തൊട്ടയൊക്കെ പറയുമായിരിക്കും. അതൊക്കെ എന്തോ പറഞ്ഞുകൊണ്ട് വിവരമില്ലാതെ ന്യൂസ് റൂമിൽ ഇരുന്നു കൊണ്ട് വളവുകൾ പറയുന്ന മൊട്ടയൊക്കെ പലതും പറയുമായിരിക്കും. ഞാൻ പറയുന്നത് ഫാക്ട്സ്. ഇന്ത്യ ഈസ് ഡെവലപ്പിംഗ്. ഇന്ത്യ ഡെവലപ്പ് ചെയ്യുകയാണ്. ലോകത്തെ അത്യാധുനിക ശേഷിയുള്ള പല വെപ്പൺസും ഇസ്രായേലുമായി ചേർന്നുകൊണ്ട്. ഇപ്പം ഇന്നലെയാണ് ഇസ്രായേലിന് ലക്ഷക്കണക്കിന് സാധനം അയച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ ഡെവലപ്പ് ചെയ്യാൻ പോകും. കാര്യം എന്തുകൊണ്ടാണ്? ആ ലോകം നോക്കുമ്പോൾ സുസ്ഥിരമായ ഭരണം, നല്ല ലേബർ കിട്ടുന്നുണ്ട്, നല്ല കഴിവുള്ള കുട്ടികളുണ്ട്. അപ്പോൾ ഇന്ത്യ ഈസ് ഡെവലപ്പിംഗ്. അപ്പോൾ അത് മനസ്സിൽ എന്തുകൊണ്ട് വന്നിരിക്കുന്നു സുസ്ഥിരമായ ഭരണങ്ങളും ദീർഘവീഷ്ടം. എവിടെയാണ് ദീർഘവീഷ്ടമുള്ള നേതാക്കന്മാരുടെ സ്പോട്ട് എന്ന് പറയുന്നത്? അതായത് ഫോൺ പോലും ഉപയോഗിക്കാൻ പേടിച്ച് ഇരിക്കുന്ന നേതാക്കന്മാർക്ക് ഒരു ഉത്തമ എക്സാമ്പിൾ അപ്പോൾ ഇന്ത്യ നടന്നിരിക്കുന്നത്. അപ്പോൾ 1000 കോടിക്ക് അരക്കാട എന്ന് പറഞ്ഞ പോലെ ഈ ഒരു സംജോത അല്ലെങ്കിൽ ഇതൊന്നും ഇന്ത്യയെ തകർക്കാനുള്ള ശ്രമം മാത്രമാണ്, വേറൊന്നുമല്ല. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഈ രാജ്യത്ത് നിങ്ങൾ ജീവിക്കും, ഞാനും നിങ്ങളും ഒക്കെ
ജനിച്ച ഈ നാടിനെ തകർക്കാൻ ശ്രമിക്കുന്നവരെ നിങ്ങൾ ഇനിയും എന്തിനുമാണ് സപ്പോർട്ട് ചെയ്യുന്നത്? അല്ലെങ്കിൽ എത്തരത്തിലുള്ള ആളുകളെ ഈ പറഞ്ഞ പപ്പു അല്ലെങ്കിൽ വേറെ ഭരണം വന്നു കഴിഞ്ഞാൽ തകിടം മറിയുകയാണ്. പ്രാദേശികമായിട്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് താല്പര്യങ്ങൾ പലതും കാണുമായിരിക്കും, ഒരുപക്ഷെ നിങ്ങൾക്ക് താല്പര്യമുള്ള മെമ്പർമാരെ ജയിപ്പിക്കാം പഞ്ചായത്തിലേക്ക്. പക്ഷേ ദേശീയ രാഷ്ട്രീയം വരുമ്പോൾ നമ്മൾ ഊന്നൽ കൊടുക്കേണ്ട വിഷയം എന്നൊരു രാജ്യസുരക്ഷ മാത്രമാണ്. രാജ്യത്തിന് ആർക്കാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക? അതിൽ ഒരിക്കലും ഈ പ്രതിപക്ഷത്തിന് സാധിക്കില്ല. പ്രതിപക്ഷത്തിന് ഒരു കാരണവശാലും രാജ്യസുരക്ഷയെ അവർക്ക് മുൻനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അവരുടെ ഉദ്ദേശം എന്തായിരിക്കും? എങ്ങനെയെങ്കിലും 10 കാശുണ്ടാക്കുക, അല്ലെങ്കിൽ സഖ്യകക്ഷികളെ കൂടെ നിർത്തുക. അത് മാത്രമേ ഉള്ളൂ. ഇത് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു വരുന്നു വെച്ചാൽ ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കണം, കാലം മാറുകയാണ്. കോമ്പറ്റീഷൻസ് അല്ലെങ്കിൽ വെല്ലുവിളികൾ കൂടി വരികയാണ് ഇന്ത്യക്ക്. പഴയ പോലെയല്ല. ശത്രുക്കൾ ഒരുമിക്കുമ്പോഴും നമ്മുടെ നാട്ടിൽ ജനങ്ങൾ എന്താ ചെയ്യുന്നത്? ഇപ്പോഴും നമ്മുടെ നാട്ടിൽ കേരളത്തിലെ പലരും സപ്പോർട്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ പപ്പുവിനെയും കൂട്ടരുക. പപ്പുവിനെ സപ്പോർട്ട് ചെയ്ത് വേണ്ടതിനെ പറഞ്ഞ ലോക്കലൊക്കെ സപ്പോർട്ട് ചെയ്തു. പക്ഷേ ദേശീയത വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അടുത്ത 15 വർഷം 20 വർഷം ആർക്കാണോ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക ഇൻ ടേംസ് ഓഫ് ഡെവലപ്മെന്റ്, ഇൻ ടേംസ് ഓഫ് ഡിഫൻസ്, ടെക്നോളജി രംഗത്ത് ആർക്കാണ് കൊണ്ടുപോകാൻ സാധിക്കുക? അവർക്കായിരിക്കണം മൂട്ട്. ഇപ്പം കണ്ടില്ലേ, ഈ പറയുന്ന ഇവർക്കൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ലാൽക്കിലയിൽ പോയിട്ട് ഇന്ത്യയുടെ അടുത്ത് പോലും വരാൻ സാധിക്കില്ല. കാരണം ഇന്ത്യയുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ എടുത്ത് പൊട്ടിക്കണമെങ്കിൽ ആരുടെ അഭിപ്രായം തേടണില്ല. ഇത് ഇന്ത്യക്കെതിരെ ഒന്നും ചുക്കുമല്ല. പലരും പറയുമായിരിക്കും ഇന്ത്യയെ ഒറ്റപ്പെടുത്താനുള്ള പോക്ക. ഒന്നും മണ്ണാങ്കട്ടി ഒന്നുമല്ല. ഇന്ത്യസ് വെന്റ് അഹെഡ്. ആ ഒരു ഘട്ടം കഴിഞ്ഞു. അതായത് ഭയപ്പെടേണ്ട ഘട്ടം കഴിഞ്ഞു ഇന്ത്യയുടെ. കാരണം ഇന്ത്യ ഈസ് എമർജിങ് ആസ് എ വേൾഡ് ലീഡർ. കാരണം എന്തുകൊണ്ടാണ്? കാരണം ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ യൂത്ത് ഇരിക്കുന്നത്. നമ്മുടെ രാജ്യത്താണ് ഏറ്റവും യങ് ജനറേഷൻ. ചൈനയും ജപ്പാനും 60കളിലും 90കളിലും എങ്ങനെ, അതുപോലെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം തകർക്കാൻ ശ്രമിക്കുന്ന ഈ കുറച്ച് പേരെ കൊണ്ട് നാട്ടിൽ കുറേ തൊട്ട യൂട്യൂബേഴ്സ് ഉണ്ട്. അവരൊക്കെ നിങ്ങൾ ത്യജിക്കുക, അവരെയൊക്കെ നിങ്ങൾ നിരാകരിക്കുക. കാര്യം രാജ്യമായിരിക്കണം മുന്നോട്ട് വരേണ്ടത്. അല്ലെങ്കിൽ ഈ പറയുന്ന ഈ 1000 കോടികൾ എന്ന് വിളിക്കുന്നവരൊക്കെ നമ്മുടെ തലയിൽ കയറിയിരിക്കും.